Watch India's largest kids library only on Jio Hotstar. Download the app now. കൂട്ടുകാരെ, ഞങ്ങൾ ശുദ്ധമായ പാല് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സംരംഭം തുടങ്ങിയത്. അതാവുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മായമില്ലാത്ത നല്ല ശുദ്ധമായ പാല് കിട്ടുമല്ലോ. ഞാനിപ്പോൾ ചിങ്കം സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, സ്വയം പാല് കറന്നെടുത്ത് ഇതിനെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണമെന്ന്. ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും ഉദ്ഘാടനം ചെയ്യില്ല. എന്നതിന് വിളിക്കരുത്. നിങ്ങളുടെ ഏത് ബിസിനസ്സും ഞാൻ ഉദ്ഘാടനം ചെയ്താൽ എന്റെ അന്നത്തെ ദിവസം മുഴുവനും പോക്കാണ്. പ്ലീസ് സാർ, പ്ലീസ് നോക്കിക്കേ, അതിനെ കാണാൻ എന്ത് മനോഹരമാണെന്ന്. സാറ് വിചാരിക്കുന്നത് പോലെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന്. കുറച്ച് പാല് കറന്നെടുത്ത പോരെ, അത് കുറച്ച് മതി ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം. ഇനി പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം സാറേ. എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, നിങ്ങളെ രണ്ടാളും ഞാൻ വെറുതെ വിടില്ല. അടിച്ചടിച്ച് 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 നിങ്ങളുടെ എല്ലൊടിക്കും. തന്നേ, ഞാൻ പോയി പാല് കറന്നിട്ട് വരാം. കന്നാലി 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 കന്നാലി, എന്നൊന്നും ചെയ്യല്ലേ, ഇപ്പൊ തന്നെ ഞാൻ തിരിച്ചു വന്നിരിക്കും. നിങ്ങളെ രണ്ടാളും ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു അല്ലേ? പത്ലു, മിഠായി കൊടുക്ക്. അവരതാ വീണ്ടും വരുന്നു. ഇപ്പൊ കാണിച്ചരാ അവരെ. പാല് തരൂ. ഒരു കുഴപ്പമില്ല, തെറ്റുകളൊക്കെ മനുഷ്യന് സംഭവിക്കുന്നതല്ലേ. പക്ഷെ അതിന്റെ ശിക്ഷയും മനുഷ്യരുടെ കയ്യിൽ നിന്ന് കിട്ടും. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും എവിടെയാണിപ്പോ? വേഗം പറ. നിങ്ങൾ രണ്ടാളോടും പകരം വീട്ടാൻ വേണ്ടി ഞാനിപ്പോ വരാൻ പോവാണ്. ഉദ്ഘാടനം ഇന്നലെ അല്ലായിരുന്നു, അതിന് ഇന്നാണോ പ്രതികാരം ചെയ്യാൻ വരുന്നത്? പറ സാറേ. എന്റെ അമ്മോ, ഈ ട്രക്ക് ഇന്നാണ് നിർത്തിയത്. രാത്രി മുഴുവനും ഇയാള് വണ്ടി ഓടിക്കുകയായിരുന്നു. ഞാൻ പുറകെ തൂങ്ങിയിരിക്കായിരുന്നു. എന്റെ ശരീരം മുഴുവനും വേദനിച്ചിട്ട് വയ്യ. യൂണിഫോം മുഴുവനും കീറിപ്പോയി. നിങ്ങൾ നോക്കിക്കോ, ഇതുപോലെ നിങ്ങളെ ഞാൻ കീറാൻ വരുന്നുണ്ട്. ഞാൻ അതിന് ഈ നല്ല പച്ച ഇളം പുല്ല് കൊടുത്ത് പാല് കറന്നെടുക്കും. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് വേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരിക്കലും വരില്ല. അത് വീണ്ടും വരുന്നുണ്ട്. നീ അവനെ കുറച്ച് ബിസിയാക്കി നിർത്ത്. ഞാൻ അതിനുള്ളിൽ പാല് കറന്നേക്കാം. ഇപ്പൊ നീ പുല്ല് കഴിക്ക്, അതിനുള്ളിൽ ഞാൻ പാല് കറന്നേക്കാം. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായ മോട്ടു പത്ലുവിന് തിരിച്ചടി ഞാൻ കൊടുക്കുന്നത് വരെ ഞാൻ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല. ഇല്ല 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 ഇല്ല. മോട്ടു, ഇന്നത്തോടെ നിന്റെ പണി തീർന്നു. ഇന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ല. മാറ്, വഴിന്ന് മാറ്. അവനെ എനിക്ക് വേണം. എന്റെ അമ്മ, അയ്യോ വേണ്ട, ഇങ്ങൊരു റൗണ്ട് എനിക്ക് പോവാൻ പറ്റില്ല. മോട്ടു പത്ലു, ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിരിക്കും.
മോട്ടു വേഗം വാ, ജോലി കഴിഞ്ഞു. നമുക്കിപ്പോൾ പാല് വിൽക്കാൻ പോകണം. കൊള്ളാം. ഇനിയല്ലേ രസ പാല് കുടിക്കും നമ്മൾ. മോട്ടു പത്തിലവന് കിട്ടും ഇടി. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2? വേഗം. അമ്മേ, ആരത് എന്നെ വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്? ആരാന്ന്? വെറുതെ ബെല്ലടിച്ച മനുഷ്യനെ ശല്യപ്പെടുത്തുന്നോ? ആ. എന്താ വേണ്ടേ? നല്ല ശുദ്ധമായ പോഷകമുള്ള പാല് വേണോ? നല്ല ഒന്നാം തരം പാല്, മായമില്ലാത്തത്. മായമില്ലാത്ത ശുദ്ധമായ പാല് എനിക്കും വളരെ ഇഷ്ടമാണ്. 1 ലിറ്റർ തരൂ. ഇതാണോ ശുദ്ധമായ പാല്? ഇതിനെയാണോ ശുദ്ധമായ പാലെന്ന് പറയുന്നത്? മോട്ടു, ഇതിനകത്ത് പാൽ എവിടെ? നീ എന്തോ ആളെ കളിയാക്കണോ? ഇന്നാ പിടിച്ചോ. ഹലോ മൂട്ടുപത്രു, നിങ്ങൾ രണ്ടാളും ഇപ്പൊ എവിടെയാണ്? നിങ്ങളോട് പകരം വീട്ടാതെ എനിക്ക് യാതൊരു സ്വസ്ഥതയില്ല. എന്നെ കൊണ്ടുപോയ ട്രക്ക് ഇപ്പൊ നിർത്തിയിട്ടേ ഉള്ളൂ. രാത്രി മുഴുവനും ഒരു പോള ഞാൻ കണ്ണടച്ചിട്ടില്ല. എവിടെയാണ് ഇപ്പൊ നിങ്ങൾ? ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടില്ലേ? ഞങ്ങൾ അവിടെ നല്ല ശുദ്ധമായ പാല് കൊടുക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ കുക്ഷേന്നോ എനിക്ക് കേക്കണ്ട. അവിടെ തന്നെ നിന്നോ. ഇന്ത്യ നിയമമാണ് സത്യം. അനങ്ങിപ്പോകരുത്. വിടില്ല ഞാൻ നിങ്ങളെ, വെറുതെ വിടില്ല ഞാൻ. ഇവിടെ ആയിരിക്കും അവര്. എന്താ വേണ്ടത്? നിങ്ങൾക്ക് പാല് സപ്ലൈ ചെയ്യുന്നവന്റെ കൂട്ടുകാരനാണ് ഞാൻ. അവന്മാരെ എവിടെ പോയി? ഞാനിപ്പോ പറഞ്ഞു തരാം. വേണ്ട. അല്ലല്ലേ. വേണ്ട. ഇല്ല ഇല്ല, മൂന്നാമത്തെ റൗണ്ട് എനിക്ക് പോവാൻ പറ്റില്ല. മോട്ടുപത്ലു, നിങ്ങളെ കണ്ടോളാം. ഞാൻ തിരിച്ചു വന്നിരിക്കും. ആ ദിവസവും പാല് മോഷ്ടിക്കുന്നത് നല്ലതാണ്. അന്നത്തെ പോലെ ഇന്നും ചെയ്യാം. ചെന്ന് എടുത്തോണ്ട് വാടേ, എന്നിട്ട് വാനിൽ കയറ്റ്. ബോസ്, ഇത് അനങ്ങുന്ന പോലല്ലോ ബോസ്. എങ്കിൽ പിന്നെ അതിന്റെ കുട്ടിയെടുത്ത് വാലിലിട്ടോണ്ട് പോകാം. അപ്പൊ പിന്നെ അത് സ്വയമേ നമ്മുടെ പുറകെ വന്നോളും. ഈ വാൻ എപ്പ നോക്കിയാലും പറക്കം തളികയാണല്ലോ. ബോസ്, മോട്ടും പത്തിലും വരുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വാനിന്റെ കാര്യം വിട്ടേക്ക്, എന്നിട്ട് പശുക്കിടാവിനെ കൊണ്ട് ഓട്. കണ്ടില്ലേ ജോൺ നമ്മുടെ പശുക്കിടാവിനെ കൊണ്ട് പോകുന്നത്? ബൈ ബൈ മോട്ടു പത്തിലു, ബൈ ബൈ. നിക്ക് ജോണ്, അവിടെ നിക്ക്, അവിടെ നിക്കാൻ. ജോണേ, എന്ത് പറ്റി പത്തിലു? ജോണേ, ആ കുട്ടീനെ അതിന്റെ അമ്മയുടെ അടുത്തുനിന്ന് ദൂരെയാക്കരുത്. അവിടെ നിൽക്ക്. രണ്ടാൾക്കും ദൈവം കൃത്യമായ ശിക്ഷ തന്നെ കൊടുത്തിരിക്കുന്ന. അവര് രണ്ടുപേരും ഇപ്പൊ അനുഭവിക്കുന്നത് ഈ ഞാൻ അനുഭവിച്ചത് തന്നെയാണ്. ശിക്ഷ തുല്യമായിരിക്കുന്നു. എന്റെ അമ്മോ, ഈ മൂട്ടുപത്തുള്ള പ്രശ്നങ്ങളുടെ ഒരു ഫാക്ടറി ആണല്ലോ. എനിക്ക് എപ്പോഴും എന്തേലും പണി തന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ വീട്ടിൽ പോയിട്ടൊന്ന് വിശ്രമിക്കട്ടെ. പകരം വീട്ടുന്നത് തൽക്കാലം ക്യാൻസൽ. നമ്പർ 1 നമ്പർ 2 മോട്ടു പത്ലുവിനെ കഴുകി വിട്ടേക്ക്. എടാ പൊട്ടക്കട്ട ഭ്രാന്തന്മാരെ, നീയൊക്കെ എന്താ ഈ ചെയ്യുന്നത്? ബോസ് ഇവരെ കഴുകാനല്ലേ പറഞ്ഞത്? കഴുകാൻ പറഞ്ഞതിന്റെ അർത്ഥം അവന്മാരെ വാരിയിട്ട് അലക്കാനാണ്. അത് ഞാൻ അവന്മാർക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് അലക്കേണ്ടതെന്ന്. മോട്ടു ഇതാ സമോസ, വേഗം കഴിക്കേ. വേണ്ട, വേണ്ട, മോട്ടു, എന്നെ വിട്, എന്നെ വിട്, മോട്ടു, വേണ്ട. നിങ്ങൾ രണ്ടുപേരും വളരെ നല്ലവരാണ്. സോറി, ഞാൻ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. കുഴപ്പമില്ല കൂട്ടുകാരാ, ഇന്ന് തൊട്ട് നമ്മളെല്ലാം കൂട്ടുകാർ തന്നെ. ഇതാ പിടിക്ക്, പിടിക്ക്, പിടിക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.